വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെയ്യാൻ പോകുന്നത് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഉറക്കമൊക്കെ എണീറ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ പോയി മുഖമൊക്കെ കഴുകിയിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ രാവിലെ എണീറ്റാൽ ഉടനെ എന്തൊക്കെയാണ് ഫേസിൽ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. സോ ഇത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ചെയ്യുന്നില്ല, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ എൻ്റെ മുഖത്തുണ്ട്. അപ്പോൾ ഇത് ബിഫോർ ആൻഡ് ആഫ്റ്റർ എങ്ങനെയാണ് ഇത് റിസൾട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ പല്ല് തേച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് കഴുകി, നന്നായിട്ടൊന്ന് ഹൈഡ്രേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു. ഇനി ഞാൻ ഫേസ് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു മിക്സാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 4 സാധനങ്ങൾ വേണം. ആദ്യം നമ്മളൊരു ചെറിയൊരു നനവൊന്നും ഇല്ലാത്തൊരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ആദ്യം ഇടുന്നത് കുറച്ച് പയറ് പൊടിയാണ്. നമ്മുടെ ചെറുപയർ പൊടിച്ചതാണ് എൻ്റെ പൊടിയാണത്. ഇങ്ങനെ തരിതരിയായിട്ടാണ് കിടക്കുന്നത്. മെയിൻലി എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു സ്ക്രബായിട്ട് ഇത് ആക്ട് ചെയ്യും. നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റിമൂവ് ആവാൻ വേണ്ടി സഹായിക്കും ഈ ചെറുപയർ പൊടി. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇടുന്നത് തൈരാണ്. കുറച്ച് തൈരാണ്. കുറച്ചെടുത്താൽ മതി, വളരെ കുറച്ചെടുത്താൽ മതി തൈര്. ഇനി നമുക്ക് ആവശ്യമുള്ളത് തേനാണ്. അപ്പോൾ കുറച്ച് തേനും കൂടി ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ കോഫി പൗഡറാണ്. ഇത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അതിനും കൂടെ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു കുറച്ച് പോർഷനും കൂടി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ആ പയറുപൊടിയുടെ തരി മാത്രം കുറച്ച് ഹാർഡായിട്ട് കിടക്കും, ബാക്കിയെല്ലാം നല്ല ഫുള്ളി നല്ലതായിട്ട് സെറ്റായി വരും. എന്നിട്ട് നമ്മൾ ഫേസിലേക്ക് പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് കവിളിലും അതുപോലെ തന്നെ മൂക്കിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. കാരണം അവിടെയൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പിന്നെ പെട്ടെന്ന് ഈ ഡെഡ് സ്കിന്നൊക്കെ വന്നിരിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ആ ഏരിയ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ കണ്ണിന് ചുറ്റും മാത്രം അപ്ലൈ ചെയ്താൽ മതി. കണ്ണിൻ്റെ മുകളിലൊന്നും ഇടണ്ട. അവിടെയൊക്കെ നല്ല സോഫ്റ്റ് സ്കിന്നാണ്. അപ്പോൾ അവിടെ ഇത്രയും ഹാർഡായിട്ടൊന്നും നമ്മൾ അങ്ങനെ ഇതാക്കേണ്ട ആവശ്യമില്ല. അവിടെ കണ്ണിന് ചുറ്റുമുള്ള ഏരിയ മാത്രം നമ്മൾ കവർ ചെയ്തതിന് ശേഷം കഴുത്തിലും മറക്കരുത്. കാരണം മുഖത്ത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ കഴുത്തിൽ എപ്പോഴും ആ ഒരു കറുത്തിരിക്കും. സോ ആ ഒരു ബ്രൈറ്റനിങ് കിട്ടണമെങ്കിൽ കഴുത്തിലും കൂടി നമ്മൾ കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എസ്പെഷ്യലി മൂക്കാണ്. അവിടെ ഒരു ഡെഡ് സ്കിന്നും ഇരിക്കില്ല. നമ്മൾ ആ ഒരു തരിപ്പുള്ളത് കൊണ്ട്, കാരണം ആ പയറുപൊടിയിൽ ആ തരിതരിയായിട്ടിരിക്കുന്ന ഒരു സ്ക്രബിൻ്റെ എഫക്റ്റാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും സ്കിന്ന്. ആഫ്റ്റർ നമ്മളത് കഴുകി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിരിക്കും, നല്ലതായിട്ട് കളർ വയ്ക്കും, നല്ല ബ്രൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് ഈ മുട്ടിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ ചിലർക്ക് ഈ ചെറിയ ഡെഡ് സ്കിന്നൊക്കെ കാണും. അതുപോലെ തന്നെ സ്കിന്നൊന്നും നല്ല സോഫ്റ്റ് അല്ലാത്തവർക്കും നമ്മുടെ മുട്ടിൻ്റെ ഭാഗം തൊട്ട് നമ്മുടെ വിരൽ വരെയുള്ള എല്ലാ ഏരിയയിലും നമുക്കിത് ഇടാം. ഇട്ടതിന് ശേഷം അത് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി വാഷ് ചെയ്യാം. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഡ്രൈ ആയി കിട്ടും. അതിനുശേഷം നന്നായിട്ട് ഫേസെല്ലാം വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിനി മുഖമൊന്ന് നന്നായിട്ട് തുടച്ചെടുക്കാം. ഈ തുടച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായിട്ട് കുറച്ചൊരു തിളക്കം വെച്ച പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് ദിവസം ചെയ്യാതിരുന്ന് നമ്മളിത് ഒരു ദിവസം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അത് മനസ്സിലാവും. കാരണം എല്ലാ ദിവസവും ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് മാറ്റം തോന്നണമെന്നില്ല. അപ്പോൾ ഇനി ചെയ്യുന്നത് എൻ്റെ സ്കിൻ നോർമൽ സ്കിന്നാണ്. സോ ഇതിട്ട് കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ഡ്രൈനെസ് പോലെ തോന്നും. ഹെവി ആയിട്ടല്ല, ചെറുതായിട്ടൊരു ഡ്രൈനെസ് തോന്നും. അപ്പോൾ അതൊന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആൽമണ്ട് ഓയിലാണ് എൻ്റെ ഫേസിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ചിലർക്ക് ഓയിൽ ഇടുന്നത് ഇറിറ്റേഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. സ്കിൻ നല്ല അടിപൊളിയായിട്ടിരിക്കും. പിന്നെ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ഹെവി ഓയിലായിട്ട് പിന്നെയും നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇട്ടാൽ മതി.
ഞാൻ കുറച്ച് എൻ്റെ ലിപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നല്ല ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്